ഹലോ ഗൈസ്. അപ്പൊ ഞങ്ങളുടെ ഒരു സൺഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൺഡേ ആയിട്ട് എങ്ങോട്ടാ യാത്ര എന്നായിരിക്കും, ട്രിപ്പൊന്നുമല്ല. ഇന്ന് എനിക്ക് വർക്കുള്ള ദിവസമാണ്. സൺഡേസിൽ പൊതുവെ വർക്കിൽ ഉണ്ടാവാറില്ല, ഞാനായിട്ട് വർക്കിംഗ് ഡേ ആക്കുന്നതാണ്. ഞാനൊരു സോഷ്യൽ വർക്കറാണ്, MSWകാരിയാണ്. അപ്പം ഞാനൊരു സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഫാമിലീസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പം അതിന് വേണ്ടി പുതിയ കുടുംബങ്ങളെ കണ്ടെത്താൻ പോവാണ്. അപ്പം ഞാൻ ഫീൽഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അധികം വീഡിയോ എടുക്കില്ല, കാര്യം എൻ്റെ ജോലിയും കൂടിയാണ്. അതുമല്ല, ഞങ്ങൾ ബാക്കിയുള്ള ഫാമിലീസിനെ കാണിക്കുന്നത്, ആൾക്കാരെ കാണിക്കുന്നത് അതൊരു മോശമല്ലേ. അപ്പം നമ്മൾ വീഡിയോസിൽ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മളീ പോകുന്ന വഴിയിൽ നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് കവർ ചെയ്യും, ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് കവർ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി വിചാരിക്കുന്നത്. സൺഡേ ആയിട്ട് എനിക്ക് മാത്രമേ വർക്കിംഗ് ഡേ ഇല്ലൂ കേട്ടോ. ഇവനെ ഞാൻ കാല് പിടിച്ച് ഒന്നിച്ച് കൂട്ടുന്നതാ. ദിവസം പോയി ഗൈസ്. അങ്ങനെയല്ലേ, അപ്പോഴും ഇപ്പൊ സപ്പോർട്ട് ചെയ്യണം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയി കഴിഞ്ഞാൽ. ഇല്ല, ഒരു കുറവില്ല. ഞാന് സപ്പോർട്ടിന് വേണ്ടിട്ട് തന്നെ വിളിച്ചാന്ന്, വേറൊന്നുമല്ല. ഫീൽഡൊക്കെ ആവുമ്പോ ഒത്തിരി ദൂരം ഉണ്ടാവും, ബസ്സുകൾ കുറവായിരിക്കും, അല്ലെങ്കിൽ വണ്ടികൾ കുറവായിരിക്കും, പ്രത്യേകിച്ച് സൺഡേയും കൂടി ആകുമ്പോഴേ. നമ്മള് ബസ്സിന് പോയി, ഓട്ടോക്ക് പോയി, നടന്നു പോയി, അങ്ങനെ കുറെ സമയം കളയുന്നതിലും നല്ലത് വണ്ടിയിൽ അങ്ങ് പോയി ഒരു ദിവസം ഇവന്റത് കളഞ്ഞാലും എന്റെ പണി എളുപ്പമാക്കാം. അതെ, എന്റെ പണി എളുപ്പമാക്കാം. സോറി ഗൈസ്, ഞാൻ കുറച്ചൊരു എന്താ പറയാ സ്വാർത്ഥ മതിയായ ഭാര്യ. അത് വെറുതെ കട്ട് ചെയ്യും ഞാൻ. അപ്പൊ ഇന്ന് ഞങ്ങള് പോവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ചെറുവത്തൂരാണ്. എവിടുന്ന് എത്ര 1 മണിക്കൂർ അടുപ്പിച്ച് ഓട്ടോ ഉണ്ടല്ലേ? 1 മണിക്കൂറും കുറച്ചൊരു ഓട്ടോ ഉണ്ട്. എന്റെ ഫീൽഡ് വർക്കിന്റെ പ്രത്യേകത എന്താ അറിയോ? നമ്മളൊരു സ്ഥലത്ത് പോകുന്ന ഓട്ടോ അല്ല നോക്കണ്ടേ, നമ്മള് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്ത് എത്തുന്നതില് ഓട്ടോ ഉണ്ടാവും. അവിടെ ഓരോ സ്ഥലത്ത് പോവാൻ അങ്ങനെ മൊത്തത്തില് പൊതുവെ ഒരു ഡെവലപ്ഡ് അല്ലാത്ത ഏരിയ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കാറ്. അറിയാലോ, സോഷ്യൽ വർക്കർ ആകുമ്പോൾ നമ്മൾ ആ ഏരിയയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു ജോലിയിൽ 4 വർഷമായിട്ടാണ്, 4 വർഷത്തോളമായി ഞാൻ ഈ ജോലി കണ്ടിന്യൂ ചെയ്യുന്നു. എൻ്റെ ഫസ്റ്റ് പ്രൊഫഷനും കൂടിയാണിത്. MSW കഴിഞ്ഞ ഉടനെ എന്ന് പറയാനാവൂല, രണ്ട് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിൽ കരഞ്ഞിട്ടല്ലാന്ന് അറിയുന്നത്. അത് വേറെ അതൊരു സൈക്കാട്രിക് സെറ്റിംഗ് ആയിരുന്നു. അപ്പൊ അറിയാലോ, സൈക്കാട്രിക് സെറ്റിംഗ് ആകുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. ഞാൻ സ്പെഷ്യലൈസേഷനും മെഡിക്കൽ ആൻഡ് സൈക്കാട്രിയാ. അപ്പൊ എനിക്ക് പെട്ടെന്നത് ആ ഒരു ഫീൽഡിലോട്ട് അങ്ങ് ഇറങ്ങി ചെല്ലാൻ പറ്റിയില്ല. ഒന്നാമത് ഫസ്റ്റ് പോയി കാണുന്നത് മൊത്തം പേഷ്യൻസ്, എനിക്ക് ഗൈഡ് ചെയ്യാൻ ആളില്ല. അങ്ങനത്തെ ഉള്ള ഒരു ഇഷ്യൂസ് വന്നാലും നമ്മൾക്ക് അറിയില്ലല്ലോ. ഫസ്റ്റ് ജോലിയാകുമ്പോൾ ഒരാൾ നമുക്ക് എന്തായാലും പറഞ്ഞുതരാൻ ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് ഇത്രയും നമ്മൾ സെൻസിറ്റീവായ ഏരിയ ഒക്കെ കൈകാര്യം ചെയ്യുമ്പോഴേ. അപ്പം അങ്ങനെ ഒരു ഗൈഡൻസിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ 3 ദിവസം നിന്നിട്ട് അവിടെ ഓടി രക്ഷപ്പെട്ടു. പിന്നെ കൊറോണ സമയത്തൊക്കെയാണ് ഞാൻ പാസ് ഔട്ട് ആയത്. അപ്പം ആ ഒരു ഗ്യാപ്പ് നല്ല രീതിക്ക് ഉണ്ടായി. എനിക്ക് മാത്രമല്ല, എൻ്റെ ബാച്ചിൽ ഏകദേശം എല്ലാവരും 1 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ജോബിന് കയറിയത്. ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. സോഷ്യൽ വർക്കേഴ്സ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ MSWക്കാർ അറിയാം അവസ്ഥ എന്താണെന്ന്. പ്രൊജക്റ്റിൽ കയറിയ സാലറി ഇഷ്യൂ കാര്യങ്ങൾ ഒരു നല്ല രീതിയിലൊന്ന് പച്ചപിടിച്ച് കിട്ടാൻ കുറച്ച് പാടാ. പക്ഷെ നമ്മുടെ ഹൈവേയുടെ പണി പൂർത്തിയായ കുറച്ച് സ്ഥലങ്ങൾ, കംപ്ലീറ്റ് പൂർത്തിയായെന്ന് പറയാനാവില്ല അല്ലെ, വാഹനങ്ങൾ ഓടാൻ പാകത്തിനുള്ള സ്ഥലങ്ങള് റോഡെല്ലാം പെട്ടെന്നൊന്ന് സെറ്റ് ആവുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. നമ്മുടെ എത്ര യാത്രയുടെ സമയം കുറെ ചുരുങ്ങി കിട്ടും. പിന്നെ ഇപ്പൊ വാഹനങ്ങൾ കൂടുന്നുണ്ട്, മൊത്തം എല്ലായിടത്തും ബ്ലോക്കാണ്. കണ്ണൂരില്ലാവർക്കും അറിയാം എന്താ അവസ്ഥ. കണ്ണൂരൊന്നും എത്തിക്കിട്ടാൻ ഭയങ്കര പാടാ. ടൗണിലേക്ക് പോകുമ്പോ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ.
പയ്യന്നൂർ ഏരിയ ആയതുകൊണ്ടാട്ടോ ഇത്ര ശാന്തമായിട്ട് പോവാൻ പറ്റുന്നത്. അപ്പൊ നമ്മള് കുറച്ചു നേരം ഹൈവേയിലെ വന്ന് പിന്നെ അതിനെന്താ പറയാ സൈഡിലെ റോഡിന് സൈഡ് റോഡ് അല്ല എന്തോ പറയുന്നത് താഴെ ഇറങ്ങി എന്തോ ഹൈവേന്ന് താഴെ ഇറങ്ങിട്ട് പിന്നെ ആദ്യം ഹൈവേയിലേക്ക് കയറി. അപ്പൊ കുറച്ച് ലേറ്റ് ആയി പോയിന്. ഞാൻ നേരത്തെ എത്തണം എന്ന് വിചാരിച്ചത്. അപ്പൊ ഇന്നലെ നമ്മള് കാന്താര ഫിലിമിന് പോയിട്ടുണ്ടായിന്. 10:15 ഷോ ഉണ്ടായി. കഴിഞ്ഞു വരുമ്പോക്ക് വീട്ടിലെത്തുമ്പോഴേക്കും 3 മണിയായി. അപ്പൊ എണീക്കാനും ലേറ്റ് ആയി. അതുകൊണ്ടാണ് പിന്നെ കുറച്ച് ലേറ്റ് ആയി പോയെ. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ലേറ്റ് ആവുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ പ്രതീക്ഷിച്ചിട്ട് ആരും പടത്തിന് പോകണ്ടാതെ കാന്താര ഫസ്റ്റിന്റെ ഒരു ഇതില് പോയവര് അത് പ്രതീക്ഷിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ഓരോ ഇതായിരിക്കും. അതെ, നമ്മളുടെ ഒരു ഒപ്പീനിയൻ അതാണ്. കാന്താര ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്റ്റോറി ഉണ്ട്. പിന്നെ ഇങ്ങനെ വീർപ്പിക്കുന്നൊന്നും ഇല്ല അധികം. ഇത് കുറച്ചൊരു ബാഹുബലി ആ ഒരു അതിലേക്കൊന്ന് ചാഞ്ഞോ എന്നൊരു സംശയം. കാന്താര പ്രതീക്ഷിച്ചിട്ട് കാന്താര കാണാൻ ആരും പോയിട്ട് കാര്യം. ടിക്കറ്റ് കിട്ടുന്നുണ്ടായില്ല. നമ്മൾ തന്നെ എപ്പോഴാ ബുക്ക് ചെയ്തേ? 2 ദിവസം മുമ്പ്. 2 ദിവസം മുമ്പ് എങ്ങാണ്ട് ബുക്ക് ചെയ്തിട്ടാണ് ടിക്കറ്റ് കിട്ടിയത്. അതിന്റെ ഫുള്ള് ഫാമിലീസും മൊത്തം അങ്ങനെ ഫുള്ളുണ്ടായി. 10:15 ഷോ ആയിട്ടും ഇഷ്ടംപോലെ ഫാമിലീസ് ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ചെറുവത്തൂര് ടൗൺ എത്തി. ഇനി ഇവിടെ നിന്നും കുറച്ച് പോകാനുണ്ട്. റൈറ്റ് വഴി തെറ്റി. എനക്ക് എപ്പോഴും പറ്റുന്നതാ. റോഡ് കഴിയുമ്പോഴായിരിക്കും ഞാൻ ഇതില്ലാന്ന് പറയണ്ടേ. ലെഫ്റ്റ് റൈറ്റ് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. റൈറ്റ് അത് ചിലപ്പോ എനക്കായിരിക്കും തെറ്റി. നോക്കിട്ട് പറഞ്ഞ ഇതിപ്പോ ഏകദേശം ഞാൻ ഇവിടെ എത്തി. ഇനി ഞാൻ എന്റെ പണിയിലേക്ക് കിടക്കട്ടെ. അങ്ങനെ ഷബേനെ മീറ്റിങ്ങിലാക്കിയിട്ട് ഞാൻ 2 നെയ്പ്പത്തിലും ചിക്കൻ കറി എടുത്തടിച്ചു. ഷബക്ക് അവിടെ ഈ വണ്ടിയുടെ അപ്പുറത്താണ് മീറ്റിംഗ്. ഞാൻ എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കാൻ. അപ്പോഴാണ് ഞാൻ ഒരു കാഴ്ച ഉണ്ട്. എന്തൊരു സാധനം വണ്ടിയിൽ നിന്ന് ഇറക്കുന്നത്. നല്ല മോഹൻലാലിന്റെ ചിത്രമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതല്ല കാര്യം. ഇറക്കിയ സാധനത്തിന്റെ ബോക്സ് ഒക്കെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട്. എവിടെയാന്നൊക്കെ കറക്റ്റ് ഓർമ്മയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഇത് ഞങ്ങൾ ഹൗസ് വിസിറ്റിൻ്റെ ഇടയിൽ കണ്ട ഒരു സ്ഥാപനമാണ്. കുമ്മായം നിർമ്മിക്കുന്ന സ്ഥലമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഞങ്ങൾക്ക് ഉച്ചക്കിലേക്ക് ഫുഡ് ഒരു വീട്ടിൽ നിന്നാണ് ഉണ്ടായത്. ഞായറാഴ്ച ആയത് കാരണം അവിടെ ഹോട്ടലൊക്കെ ലീവാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് പ്രേതമുക്ക്. ഒരു കാട് മൂടിയ പ്രദേശം പോലെയാണ് കാണപ്പെട്ടത്. എന്നാൽ ഇതിന്റെ കോമഡി എന്താന്ന് വെച്ചാൽ മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി പോയ സ്ത്രീകളെ കണ്ട് ഭയന്നിട്ടാണ് ഈ സ്ഥലത്തിന് പ്രേതമുക്ക് എന്ന് പേര് വന്നത്. ഇത് അവിടെയുള്ള ഒരു ചേച്ചി പറഞ്ഞു തന്ന കഥയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഫീൽഡൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിയോടെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടു. ഇതിപ്പോൾ നമുക്ക് റോഡ് പണിക്കായിട്ട് നല്ല രീതിയിൽ ഇടിച്ചു മാറ്റപ്പെട്ട ഒരു മല കാണാം. അത് കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്ത് വികസനമാണെങ്കിൽ മറുവശത്ത് പ്രകൃതിയുടെ നാശവും കാണാം. അപ്പം സമയം 5:30. നമ്മുടെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു. നല്ല തലപ്പുരാന്ത പരിപാടിയായിരുന്നു. ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഇന്നത്തെ ഫീൽഡും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ജിത്തുവിന്റെ വീട്ടിൽ വന്ന് ഇരിക്കുകയാണ്. സൺഡേ വ്ളോഗ് സന്ധ്യ ആയതുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയെല്ലാം ചെയ്യാം. അതെ. ബൈ.